ഇന്നത്തെ കാലാവസ്ഥ കണ്ടാൽ അറിയാം മഴ ഏത് നിമിഷവും പെയ്യാന്നുള്ളത്. പക്ഷേ ഫുൾ ടൈം മഴ ആയിരിക്കും, അത് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വൈകുന്നേരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിലുള്ള ചെറിയ സംശയം. എന്തായാലും രാവിലെ എന്തായാലും ഒരു അടിച്ചുപൊളി മഴ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ആകാശമൊക്കെ കൂടെ ഇങ്ങനെ ഇറണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് നടക്കാം. ടൈലൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് മെല്ലെ ഇറങ്ങാം കേട്ടോ. ഈ തണുപ്പ് കൂടുമ്പോൾ കാലിന് ഭയങ്കര വേദനയൊക്കെ എടുത്ത് തോന്നും. അർജൻറ്റായിട്ട് ഉണക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ സെറ്റിയിൽ കൊടുന്നിടും. അല്ലെങ്കിൽ ഇതാ കണ്ടോ സ്റ്റൂളിൽ കിടക്കുന്നൊന്ന് അതേപോലെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടും കേട്ടോ. ചിലപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ചിതുമ്പലുണ്ടാവും. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയിട്ടില്ലേ അയൺ ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. ഈ യൂണിഫോമൊക്കെയാണ് ഞാൻ അത്യാവശ്യമായിട്ട് അങ്ങനെ ഉണക്കാറുള്ളത്. പിന്നെ ഈ റെയിൻകോട്ട് ഇങ്ങനെ നനഞ്ഞ പാടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്മെല്ലാണ് ഇതിനകത്ത്. ഇതിപ്പോൾ തലയിൽ കൂടെ ഇങ്ങനെ മൊത്തത്തിൽ ഇടാനുള്ളതായതുകൊണ്ട് സ്മെല്ലൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കി വെക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് ബാഗിൽ നിന്ന് എടുക്കാനൊക്കെ ഞാൻ മറക്കുകയും അന്നത്തെ ദിവസം റെയിൻകോട്ട് ഇടാതെയൊക്കെ പോകും മഴയാണെങ്കിലും. എന്നിട്ട് അർഷാക്ക് വിളിക്കാൻ പോകുന്ന ടൈമിൽ കൊടുത്തയക്കും. അങ്ങനെ മറക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഞാൻ കുറേ പാത്രങ്ങൾ കഴുകിയിട്ട് ഇവിടെ ഇങ്ങനെ അട്ടിക്കിട്ടിക്കണം. അപ്പോൾ അതെല്ലാം കൂടെ രാവിലെ ഒന്നൊരു വഴിക്കാക്കണേ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആകെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലാവും. കുറേ സാധനങ്ങളൊക്കെ ഉള്ള പോലെ തോന്നും. അപ്പോൾ ആദ്യം ഈ വെള്ളം പോയതൊക്കെ എടുത്ത് മാറ്റി ജസ്റ്റ് അവിടെ നിന്ന് തുടച്ചിട്ടു. ഈ വെള്ളം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈലിൻ്റെ നിറം മാറാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ കുഴൽ കിണറിലെ വെള്ളമായതുകൊണ്ട്. ഇനി നമുക്ക് കുടിക്കാനില്ലേ ജഗ്ഗിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഇതിന് ടേബിളിൽ കൊണ്ടുപോയിക്കൽ നടക്കൂല കേട്ടോ. ഹൈസും ഇല്ലേ ജഗ്ഗ് മൊത്തത്തിൽ കൗത്തി കളയും. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ ഫുള്ള് വെള്ളം കളഞ്ഞിട്ട് ഞാൻ തുടച്ചിടങ്ങാറായി. അതുകൊണ്ട് അടുക്കള വിട്ട ജഗ്ഗ് ഞാൻ ടേബിളിലേക്ക് എത്തിക്കാറില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. കാരണം മഴ ആയതുകൊണ്ട് ഒരു തീരെ മൂടില്ല കേട്ടോ. നല്ല ഫുഡൊക്കെ കഴിക്കാൻ തോന്നും, പക്ഷെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ തിന്നാം. ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ ഈ സാധനം വൈകുന്നേരം സ്നാക്സൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കാറ്. ഈ രാവിലെ ഉണ്ടാക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടുപോയി. അപ്പം എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇത് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ എഗ്ഗും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ എഗ്ഗ് ആഡ് ചെയ്യുന്നത് അർഷാക്ക് കൊണ്ടാൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ഞാൻ ഇതിൽ എഗ്ഗ് ഉണ്ടോ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ആൾക്ക് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസിലൊന്നും എഗ്ഗ് ഇടുന്നത് ഇഷ്ടമല്ല. പക്ഷേ എഗ്ഗ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടോ ബുൾസൈ അടിച്ചിട്ടോ ഫ്രൈ മീൻസ് ഓംലേറ്റ് ഒക്കെ ഇട്ട് അടിച്ചു കൊടുത്ത് ഉണ്ടാക്കിയൊക്കെ തിന്നും. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും ഇടുന്നത് ഇഷ്ടമില്ല. അപ്പോൾ കുറച്ച് മൈദയും ഉപ്പും ഒക്കെ മുട്ടയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ വേണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതേ ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചായ കുടിക്കുന്നുണ്ട്. ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു കപ്പ് ചായയൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കാൻ നല്ല രസമാണ്. പക്ഷെ എവിടെയെങ്കിലും ഇരുന്ന് കുടിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും നിന്ന് കുടിക്കും. പിന്നെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കുടിക്കും. ഇപ്പോൾ ഓർമ്മ വന്നിട്ടും ഇരുന്ന് കുടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ദോശക്കല്ല് ചൂടായിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ ഈ ദോശ ചൂടാൻ വേണം. അതുകൊണ്ടാണ് കേട്ടോ. നമുക്കിങ്ങനെ അർജൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തിന്നാനും കുടിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതേ മൈദയും മുട്ടയൊക്കെ ആയതുകൊണ്ട് ചട്ടിന്ന് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ചട്ടി നല്ല സെറ്റായിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ എഗ്ഗ് ചേർത്തിട്ടുള്ളതായതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതേ ഓരോ ദോശയിലും നമ്മൾ പഞ്ചസാരയും അതേപോലെ തന്നെ തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് റോൾ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല രസമാണിത് വൈകുന്നേരമൊക്കെ തിന്നാൻ. രാവിലെ തിന്നാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അങ്ങനത്തെ ഓരോ ദോശ ചൂടുന്ന തിരക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇടയെന്നില്ലേ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇട്ടിട്ട് എന്നുള്ളൊരു സൗണ്ടൊക്കെ കേൾക്കണ്ടായിരുന്നു. ഞാൻ കുറേ തിരിഞ്ഞും മറിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നോക്കി. പക്ഷേ ഈ സൗണ്ട് ഇവിടുന്ന് വരണമെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് 2-3 ദോശയൊക്കെ ചുട്ടതിന് ശേഷമാണ് കേട്ടോ ഈ സൗണ്ട് ഇവിടുന്ന് വരണമെന്നുള്ളത് മനസ്സിലായത്. വേറെ എന്താ സംഭവം എന്നറിയോ, നമ്മൾ ഈ ചൂടുള്ളത് ഇട്ടതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പ്ലേറ്റാണ് ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് മനസ്സിലായില്ല. ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരികയാണ് കേട്ടോ. വട്ടത്തിലിങ്ങനെ പൊട്ടി വരികയാണ്. എന്തായാലും ഞാൻ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ചൂടുള്ള സാധനങ്ങൾ ചില പ്ലേറ്റിൽ പറ്റൂല. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഒരു പ്ലേറ്റ് പൊടിച്ചപ്പോൾ സമാധാനമായി. രാവിലെ എണീറ്റ് വന്നപ്പോൾ അല്ലേ എല്ലാ പാത്രവും ക്ലീൻ ആയിട്ടോട്ട് ഇരിക്കണം. അപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടി. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് ക്ലീനിങ് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. കിച്ചണിലെ ക്ലീനിങ് ടിപ്സ് പറഞ്ഞുതരാം. കിച്ചൺ നമുക്ക് കുറച്ച് അധികം വൃത്തിയാക്കാണ്ടാവും ഈ മഴക്കാലമാകുമ്പോൾ. അപ്പോൾ ഈ കിച്ചൻ്റെ സിങ്ക് ഉണ്ടല്ലോ, എപ്പോഴും നമ്മളിങ്ങനെ ഉണങ്ങാൻ വിടണം. എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് അവിടെ വേസ്റ്റ് അങ്ങനെ എപ്പോഴും ഇങ്ങനെ വെറ്റായിട്ടിരിക്കാണ്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വൃത്തിയായിട്ട് കഴുകി തുടച്ചിടാനായിട്ട് നമ്മൾ പണികളൊക്കെ കഴിയുമ്പോൾ അങ്ങനെ തുടച്ചിടാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ കിച്ചൺ സിങ്കിൽ കുറേ പാത്രങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കടന്നുറങ്ങരുത്. ഈ നേരം വെളുക്കോളം അത് അതിൽ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ബാക്ടീരിയസൊക്കെ സ്പ്രെഡ് ആവും കേട്ടോ. കിച്ചൺ സിങ്ക് പോലെ തന്നെ നമ്മൾ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ് കൗണ്ടർ ടോപ്പ്. അവിടെ എപ്പോഴും വെള്ളം എണ്ണ അങ്ങനെയൊന്നും നമ്മൾ ഇല്ലാതെ നോക്കട്ടെ. അപ്പോൾ ജസ്റ്റ് തുടച്ചിടുക, നമ്മൾ പണികളൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുടച്ചിടുക.
മഴ ആയതുകൊണ്ട് നമ്മുടെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, ഈ ഉപ്പ്, അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടികളൊക്കെ ഈ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ കട്ട പിടിക്കാനും വേറൊരു രീതിക്ക് മാറും അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നല്ല ടൈറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ചിലതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. ഈ മൈദ അതേപോലെ തന്നെ കടലമാവൊക്കെ ഞാൻ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കാരണം അത് എപ്പോഴും യൂസ് ചെയ്യില്ല, കുറേ കാലം ഇരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിൽ വെച്ചാൽ. ഇനിയിപ്പോൾ ചിലതൊക്കെ ഫ്രീസറിലും വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ കേടുവരാതെ കുറേ കാലം ഇരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് എടുക്കാത്ത യൂസ് ചെയ്യാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. ഞാനൊക്കെ ഈ ഫ്രിഡ്ജ് എപ്പോഴെങ്കിലൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ, മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ. പക്ഷേ ഈ മഴ ആയതിനു ശേഷം ഉണ്ടല്ലോ, ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. ഡീപ്പ് ക്ലീനിങ് അല്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും. ഒരു ഫസ്റ്റ് ലുക്ക് ഉണ്ടല്ലോ നമ്മളിത് തുറക്കുമ്പോൾ, അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം തുടക്കുക. അതിനിപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴേലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അതേപോലെ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കിച്ചൺ സിങ്കിൽ ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കുക എന്നുള്ളത്. അത് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ലുണ്ട് സിങ്കിൽ, ആ ഒരു സ്മെല്ല് നമുക്ക് ഒഴിവാക്കി കിട്ടും കേട്ടോ. ഞാൻ വാഷ് ബേസിലും അതേപോലെ ബാത്റൂമിലൊക്കെ ഒഴിക്കാറുണ്ട്. പക്ഷേ ഈ ബാത്റൂമിൽ ഒഴിക്കണത് ഇപ്പോൾ പണ്ട് ഞാൻ ഭയങ്കര ലാഘവത്തോടെ ചെയ്തിരുന്നൊരു കാര്യം കേട്ടോ. പക്ഷേ ഈ ജിന്നുമായിട്ടുള്ളൊരു അഭിമുഖം എന്ന് പറഞ്ഞൊരു PDF ഉണ്ടായിരുന്നു. അത് വായിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അതിലിങ്ങനെ ബിസ്മി ചെല്ലിയിട്ടൊക്കെ ഒഴിക്കുക എന്നൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ ഒരു ബിസ്മി അല്ലേ, എന്താ ഇപ്പോൾ ചെല്ലിയാലെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ബിസ്മി ചെല്ലിയിട്ടാണ് കേട്ടോ ഈ ബാത്റൂമിലൊക്കെ ചൂടുവെള്ളം കൊണ്ട് പരിപാടികൾ നടത്തുള്ളൂ. കാരണം ആ ഒരു ജിന്നുമായിട്ടുള്ളൊരു സംഭാഷണം എന്നുള്ള ഒരു ബുക്ക് വായിച്ചാൽ നമുക്ക് നന്നായിട്ട് പേടിയാവും. എനിക്ക് എല്ലാവർക്കും അതിൽ വിശ്വാസം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചില കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കാറില്ല, വിശ്വസിക്കാതിരിക്കാറുമില്ല. അപ്പം ചൂടുവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഐഡിയ എന്നല്ല, എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വന്നത് കിച്ചൺ ക്ലീനിങ് ടിപ്സാണ്. പിന്നെ നമ്മുടെ കിച്ചൻ്റെ ടവൽ ഡെയിലി ഞാൻ തിരുമ്പാടുത്തോടുത്തുണ്ടാവും. കാരണം ഡെയിലി നമ്മളിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണമല്ലേ. അപ്പോൾ ഡെയിലി തുടക്കും, ഡെയിലി ഞാൻ ആ കിച്ചൺ ടവൽ മാറ്റും. ഒരെണ്ണം നനഞ്ഞതും ഒരെണ്ണം നനയാത്തതും ഞാൻ വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് ചില സമയത്ത് നനയാമില്ലാത്തതാണ് ആവശ്യമായിട്ട് വരിക, അപ്പോൾ ഞാൻ 2 എണ്ണം കൊടുന്ന് വെക്കും. ഏതാണ് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അത്രയ്ക്കാണ് എൻ്റെ ഒരു പരിചയത്തിലും അറിവിലുമുള്ള ഒരു കിച്ചൺ ക്ലീനിങ് ടിപ്സ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഉപകാരമാവട്ടെ. എൻ്റെ സയാനൊരു റുബിക്സ് ക്യൂബ് വാങ്ങിക്കൊടുത്തതിനാലോ അപ്പോൾ അടുക്കളയിലും ഹാളിലും റൂമിലും റോട്ടിലൊക്കെ അത് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് കുട്ടിക്ക് പ്രാന്താവുമെന്നാവോ. ഇത് റെഡി ആവാത്തതുകൊണ്ട് ദേഷ്യം വരുന്നുണ്ട്. എന്തോ ഒരു ലക്കിന് വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒരുവിധം പണികളൊക്കെ തീർത്തിട്ടാണ് ഹൈസൂന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയത്. ഇന്നിപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇരുത്തി ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ചില ദിവസങ്ങളിൽ അർഷാക്കൂനൊരു പാട്ട് വെക്കണ ഒരു മൂഡുണ്ട്. ചിലപ്പോൾ അർഷാക്ക് വെക്കും, ചിലപ്പോൾ സയാൻ വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വീട്ടിൽ പാട്ടും കൂത്തും ഒക്കെയാണ്. ഇവർ പോണ വരെ ആകെ ഒരു സൗണ്ടും ബഹളവും തിരക്കൊക്കെയാണ്. ഈ സൗണ്ടും ബഹളവും രണ്ടും ഒന്നാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിരുന്നുള്ളൂ. ഇന്നത്തെ ചായൻ്റെ കടി ഐസൂന് നല്ലോണം ഇഷ്ടമായിരുന്നു. കാരണം പഞ്ചസാര തേങ്ങയാണല്ലോ അതിൻ്റെ ഉള്ളിലുള്ളത്. ഓനെന്തായാലും അതൊക്കെ തിന്നുട്ടോ. കുറേ പഞ്ചസാര തേങ്ങ ഇതെനിക്ക് ആയിട്ടുണ്ട്. ഇനി ഇവരൊക്കെ പോയിട്ട് വേണം അത് അടിച്ചു വരാൻ. ഇവർ പോകുമ്പോഴേക്കിനും ഒരുവിധം എല്ലാം അരപ്പാക്കിയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും റുബിക്സ് ക്യൂബ് തിരിച്ചുകൊണ്ടിരിക്കുക. യൂണിഫോം ഒന്നും മാറ്റണില്ല കേട്ടോ. അതിപ്പോൾ പുതിയൊരു സാധനം കിട്ടിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഒരാൾ കൊട്ടയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. ഇവൻക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പിന്നെ കുറച്ച് നേരം അതിൽ കൂടിക്കോളൂ കേട്ടോ. എൻ്റെ ലോണ്ട്രി ബാസ്ക്കറ്റാണ് ഗൈസാ വരുന്നത്. ഇതിപ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നിക്കുകയാണ്. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് പോകാൻ നല്ല സന്തോഷമാണ് കേട്ടോ. ഇവിടെ ഒരാൾ ഓറഞ്ച് എഴുതാൻ വേണ്ടി ഇരുത്തിയിട്ട് അടുക്കളയുടെ കൗണ്ടർ ടോപ്പ് പോയിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അതെപ്പോഴാണ് എഴുതി തീർക്കാന്ന് അറിയില്ല. ഓരോന്നിനെയും മക്കളുടെയും ഹർഷാക്കുൻ്റെ പിന്നാലെ നടക്കണം, എന്നാലേ അവർ ഇതൊക്കെ ചെയ്യുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഓർമ്മിപ്പിക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് മതിൽ ഗേറ്റൊക്കെ ചാടിക്കടന്ന് പോകാനുള്ള പരിപാടിയാണ് നമ്മൾ എംബാപ്പെ. ഓനിക്കില്ലേ പുറത്ത് മഴയായതുകൊണ്ട് വെള്ളം ചെളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അർഷാക്ക് ഒച്ചിട്ടിട്ട് അവിടെ തന്നെ നിർത്തിയത് കൊണ്ട് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൃഹനാഥൻ ഒരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മിനിറ്റിന് ഫോട്ടോ എടുക്കലാണ് പണി. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. അപ്പം എനിക്ക് യൂട്യൂബ് വീഡിയോ എടുക്കാൻ ഫോൺ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അർഷാക്ക് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ ചോദിക്കില്ല, കാരണം എപ്പോഴും നല്ല ഫോൺ എൻ്റെ അടുത്താണ് ഉണ്ടാവാറ്. കുറേ കാലമായിട്ട് ഒരു റെഡ്മി വെച്ചിട്ടാണ് അർഷാക്ക് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നല്ല അടിപൊളി ഫോൺ തന്നെ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് V70 ആണ് വാങ്ങിയിട്ടുള്ളത്. അതുതന്നെയാണ് തോന്നുന്നു.
അപ്പം എന്താ പറയുക, അപ്പം ഇപ്രാവശ്യം എന്തായാലും ആളുടെ അടുത്ത് തന്നെ ആ ഫോൺ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എന്തായാലും അതിന് കൂടുതലായിട്ട് ഇടപെടാറില്ല. ഇപ്പോൾ കയ്യിലുള്ള എൻ്റെ ഫോൺ അത്യാവശ്യം നല്ലതാണ്, അപ്പോൾ പിന്നെ അതിൽ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും പോയപ്പോൾ പിന്നെ പാട്ടിൻ്റെ ഒരു റങ്ക് ഇന്നിലേക്ക് മാറി. ഞാൻ വീണ്ടും കുറേ ആൽബം സോങ് ഒക്കെ ഇട്ടിട്ട് 4 ബോക്സൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര സൗണ്ടൊക്കെയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മുടെ പണികളൊക്കെ ചെയ്യാണ്. പാട്ട് കേട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലിക്ക് സ്പീഡ് കൂടും, ഒരു സമാധാനവും ഒരു സന്തോഷമൊക്കെ മനസ്സിന് കിട്ടും. എൻ്റെ കാര്യമാണ് പറഞ്ഞത്, എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പാട്ട് അത് മ്യൂസിക് തെറാപ്പി ഒരു സംഭവം ഉണ്ടല്ലോ, അത് എനിക്ക് നന്നായിട്ട് വർക്കാവും. എൻ്റെ മനസ്സിലുള്ള സ്ട്രെസ്സും അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് പോയ പോലെ തോന്നും എനിക്ക്. അപ്പോൾ എൻ്റെ കറിയും ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഹൈസോന് ഫുഡ് കൊടുക്കുന്ന ടൈമാണ്, ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൈരും ചോറും എന്നത്തെയും മോൻ്റെ 11:30 ഫുഡ്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ സിദ്ധികാക്കാൻ്റെ ചെറിയ കുട്ടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഒരു ഏജ് ആയതുകൊണ്ട് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഒരേ ടൈമിലാണ് നടക്കാറ്. അപ്പം ബോനിക്കാണെങ്കിൽ ഈ പേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് 2 സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെയാണല്ലോ, അപ്പോൾ അനങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഓടും. അപ്പോൾ ഈ ഓട്ടം ഭയങ്കര പ്രശ്നമാണ്, പിടിച്ചാലൊന്നും നിൽക്കൊന്നുമില്ല. ഓനിക്ക് അപ്പുറത്തെ കുടിക്ക് പോയാൽ മതി എന്നാണ് ഓൻ്റെ ഒരു ഇത്. അങ്ങനെ അതായത് അരിഞ്ചോറും കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓരോ തല്ലൊക്കെ ഉണ്ടാവുന്നുണ്ട്. മഴയൊക്കെ പെയ്യുണ്ടായിരുന്നു. പിന്നെ നമുക്കിന്ന് മത്തി കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള മത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതാ ചെക്കന് വീണ്ടും ഇറങ്ങി ഓടി. ഇനിയിപ്പോൾ കുളിക്കാനൊന്നും വരുന്നില്ല കേട്ടോ. സാധാരണ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയത്ത് കുട്ടപ്പനാവാറുള്ളതാണ്. ഇന്നിപ്പോൾ എനിക്ക് ഇങ്ങനെ കളിയാണ്. എന്നാൽ പിന്നെ അവിടെ പോയി കളിക്കട്ടെ എന്ന് കരുതി ഓൻ അവിടെ നിർത്തി. ഞാൻ വേഗം പോയിട്ട് മീനൊക്കെ നേരാക്കിട്ടോ. ഇനി നമുക്ക് മീനിൽ മസാലയൊക്കെ തേക്കാം. കുറച്ച് നേരം ഇതിങ്ങനെ തിരുമ്മി വെച്ചാലേ ഒരു ഉപ്പൊക്കെ ഇറങ്ങിയിട്ടൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് പാടെ പൊരിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അത് ചിക്കനും മീനും എല്ലാതും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ കുറച്ച് നേരം മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയാവേ. അപ്പം മീനിനൊക്കെ നല്ല വിലയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ 1/2 കിലോനെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് ഇവിടെ അല്ലേ കുറച്ച് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഈ മീനിൻ്റെ ഒരു സ്മെല്ല് പോകണമെങ്കിൽ നല്ല പണി. ഞാൻ പുറത്ത് പോയിട്ടാണ് കേട്ടോ മീനൊക്കെ ക്ലീൻ ചെയ്യാറ്. നമ്മുടെ കിച്ചണിൽ ഞാൻ മീനിൻ്റെ കവറേ പൊട്ടിക്കൂല. അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ആണ് മീനൊക്കെ ക്ലീൻ ചെയ്തത്. ഇനി നമുക്ക് വീണ്ടും ഇവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം എന്താ കുറേ ഇനിയിപ്പോൾ തുടച്ചിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ഫിഷ് പൊരിക്കാണ്ട്. അപ്പോൾ പിന്നെയും തുടക്കേണ്ടി വരും. പിന്നെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് തുടക്കണ ഒരു ഭ്രാന്തുള്ളത് കൊണ്ട് അതൊരു വിഷയമായിട്ടൊക്കെ തോന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഐസ് ഇപ്പോഴും അപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഓനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് യാതൊരു ചിന്തയില്ല. പിന്നെ വയറൊക്കെ നിറഞ്ഞുകൊണ്ടില്ല, ഇന്ന ആവശ്യമില്ലേനും. അങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് കിടന്നിട്ട് മഴച്ചാറലും കൊണ്ട് എന്തൊക്കെയോ കേൾക്കുകയാണ് കേട്ടോ. ഓനിക്ക് ഇപ്പപ്പാ എന്നുള്ള ദിക്റ് മാത്രമേ അറിയുള്ളൂ. എന്തായാലും പുറത്ത് മഴ പെയ്യണോണ്ട് വർഷക്ക് വരാൻ ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വെക്കാൻ കേട്ടോ. ഈ ഒരു പാത്രത്തിൽ കൊള്ളണ മീനൊക്കെ ഞാൻ പൊരിക്കും. ആകെ 1/2 കിലോനോട് നമ്മൾ വാങ്ങിയിട്ട് അത് മുഴുവനായിട്ട് പൊരിക്കണം. മീൻ അത്യാവശ്യം എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാൻ വേണേ, കുട്ടികൾക്കൊക്കെ വെറുതെ തിന്നാൻ വേണം. എല്ലാവരും മീൻ ഭ്രാന്തന്മാരാണ്. അപ്പോൾ പിന്നെ എല്ലാം കൂടെ പൊരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈസ് ഇതാ ഉറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ഉറങ്ങി നീറ്റിട്ടാണ് മീനൊക്കെ കൂട്ടിയിട്ടുള്ള ഫുഡ് കഴിക്കുള്ളൂ. അതിന് മുന്നേ നമ്മുടെ തൈരും ചോറ് തന്നെയാണ്. ഇന്നിപ്പോൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. കുളിക്കണ്ടെന്ന് പറഞ്ഞ് കരയാണ്. എന്നാൽ പിന്നെ വെറുതെ കരയിക്കണ്ടല്ലോ എന്ന് കരുതി. സൗണ്ടൊക്കെ ഒരു ചെറിയ പ്രശ്നം, ചുമയൊക്കെ ഉണ്ട്. ഇനി കരഞ്ഞു കഴിഞ്ഞാൽ അധികമാവും. ഇനി ഉറങ്ങി നീച്ചിട്ട് കുളിപ്പിച്ചിട്ട് ചോറൊക്കെ കൊടുക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ അത് അർഷാക്കും മഴച്ചാറിൽ നിന്നപ്പോൾ വന്നിക്കുകയാണ്. ആള് എഗ്ഗൊക്കെ പൊട്ടിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അറിഞ്ഞതുകൊണ്ട് ഒരു പാത്രമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കരുന്നു കേട്ടോ, ഇത് കൊടുന്ന് ഇതിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഇവിടെ ഇട്ടിട്ടുണ്ട്. എത്ര മുട്ട പൊട്ടി എന്നുള്ളത് ഇപ്പോൾ പൊട്ടിച്ചാലേ അറിയുള്ളൂ. അങ്ങനെ അത് നേരെ കൊണ്ടുപോയിട്ട് തൽക്കാലം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടില്ലേ. ഞാനൊരു ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീഴാൻ നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് അടിച്ചത്. അപ്പോൾ പിന്നെ ഉറക്കം ഏതിനെ പോയി എന്നറിയില്ല. അപ്പോഴേക്കും 3 മണിയായി. ഹൈസ് വരാൻ സമയമായിട്ടോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും തിരിയാൻ സമയമില്ല, കിടക്കാനൊന്നും സമയമില്ല. അപ്പോഴേക്കും ഹൈസ് എണീക്കും. പിന്നെ എനിക്ക് ഫുഡൊക്കെ കൊടുക്കണം. ഇത് നമ്മുടെ ലിറ്റിൽസിൻ്റെ പമ്പേഴ്സാണ്, കംഫിയുടെ. അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങണ പോലെ തന്നെയാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. ലിങ്ക് ഞാൻ കൊടുക്കുക, അല്ലെങ്കിൽ ടാഗ് ചെയ്യുക. അടിപൊളി സാധനമാണ് ഡെയിലി യൂസിന് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിൽ വരുന്നത് 399 ഒക്കെ കാണിക്കണം, പക്ഷേ 200 സംതിങ് എത്രയേ ഉള്ളൂ കേട്ടോ.